നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് പോകേണ്ട കുറച്ച് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നാളെ എക്സാം ഉള്ളവർ എന്ത് ചെയ്യുക, ഇനി ഒന്നേന്ന് പഠിക്കാനല്ല, ജസ്റ്റ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നമുക്ക് ഡെയിലി മോക്ക് എക്സാംസുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എക്സാം എഴുതുന്നവരാണ്, സോ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് റിവൈസ് ആക്കാൻ വേണ്ടിയിട്ട് ടോപ്പിക് എക്സാമും കറണ്ട് അഫയേഴ്സ് എക്സാമും ഉണ്ട്. മാത്രമല്ല ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ എല്ലാ കോഴ്സിന്റെയും ക്ലാസ്സസ് നടക്കുന്നുണ്ട്. റണ്ണിങ് ആണ്, സെക്രട്ടറി ടെസ്റ്റിന്റെ CPU അങ്ങനെ എല്ലാ ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക കേട്ടോ. കഴിഞ്ഞ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ കുറെ പേർക്ക് പ്രശ്നം എന്ന് പറയുമ്പോൾ മാത്സ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആദ്യം മാത്സ്, അറിയുന്ന മാത്സ്, വെറുതെ അറിഞ്ഞൂടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് മാത്സ് കുറച്ച് അറിയായിരിക്കുമല്ലോ. അപ്പൊ ഏതാണോ പെട്ടെന്ന് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചെയ്ത് അതിന്റെ ആൻസറുകൾ ജസ്റ്റ് കണ്ടുപിടിച്ച് വെക്കുക. ഒരു 5-6 എങ്കിലും കാണുമല്ലോ എളുപ്പമുള്ളത്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് ചെയ്യണ്ട, അത് പിന്നെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ GK പോവുക. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ബാക്കി ഇച്ചിരി ഇരുന്ന് ചെയ്യേണ്ട കാൽക്കുലേഷൻ വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് അപ്പൊ ചെയ്യാം. റീസണിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു, അതായത് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കിട്ടുമായിരിക്കും. കോഡിംഗ് പോലത്തെ പെട്ടെന്ന് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇരുമ്പോൾ ഈ 20 മാർക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കും. കഴിഞ്ഞ എക്സാമിന് ഒരുപാട് പേര് അങ്ങനെയാണ് പറഞ്ഞത്, അവർക്ക് മാത്സ് ചെയ്യാൻ സമയമില്ല. മാത്സ് ചെയ്യാൻ സമയം കിട്ടാത്തതിന് കാരണം കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു GK പാർട്ടിലുള്ളത്. അപ്പൊ നിങ്ങൾ അത് വായിച്ച് വരുമ്പോഴത്തേനും ടൈം പോകും, തീർച്ചയായിട്ടും ടൈം പോകും. സോ അതുകൊണ്ട് ഇനി നാളെ എക്സാം എഴുതുന്നവർ എന്ത് ചെയ്യുക, ടൈം കുറച്ച് സമയം ഇല്ലാന്ന് മനസ്സിൽ വെച്ചിട്ട് മാത്സ് എളുപ്പമുള്ളത് ഫുൾ ചെയ്യാൻ ഇരിക്കരുത്. എളുപ്പമുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് ആദ്യം ചെയ്തു വെച്ചതിന് ശേഷം ബാക്കി GK ചെയ്യുക. എന്നിട്ട് ബാക്കി പിന്നെ എത്രയാണോ സമയം കിട്ടുന്നത് അതൊക്കെ വന്നിട്ട് മാത്സ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യനില് എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് കണ്ട് ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയിട്ടില്ലാത്തവർ ഒന്നുകൂടെ ജസ്റ്റ് നന്നായിട്ട് നോക്കുക. ഇനി ഒന്നേന്ന് ഒരു ടോപ്പിക്കും പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് വെക്കുക. ജസ്റ്റ് ഇതാണ് ഇതിന്റെ ആൻസർ, ഇതാണ്, ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് വെക്കുക. ഒരു ടോപ്പിക് പോലും ഒന്നേന്ന് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഈ ടോപ്പിക്കുകളൊക്കെ ഇപ്പം ഞാനിപ്പോ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്നിനി പഠിച്ച് തീരുമോ എന്ന് ചോദിക്കും. ഇന്ന് ഫുൾ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടില്ല, നിങ്ങൾ ഈ പറയുന്നതിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് നോക്കുക. പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് പുതിയതായിട്ട് പഠിക്കാൻ നിൽക്കരുത്. ഒന്നാമത്തെ നിയമനങ്ങളാണ്. നിയമനങ്ങൾ, അപ്പോയിന്റ്മെന്റ്, പുതിയ കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, അടുത്ത ദിവസങ്ങളിൽ നടന്ന ചോദിക്കാൻ ചാൻസ് ഇല്ല. അതിന് മുന്നേ ഉള്ള അപ്പോയിന്റ്മെന്റുകൾ നോക്കുക. അപ്പൊ അപ്പോയിന്റ്മെന്റുകൾ കൂടെ അല്ലാതെ പദവികൾ, ഇന്ത്യൻ പദവികളും നോക്കുക, ഇന്ത്യനും കേരള പദവികളുണ്ട്, അത് നോക്കുക. ഇതിന്റെ എല്ലാം വീഡിയോ ഉണ്ട് കേട്ടോ, ജസ്റ്റ് 5-10 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. നിങ്ങൾ ഇന്നിരുന്ന് കണ്ടാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് റിവൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇന്ത്യൻ പദവികളും കേരള പദവികളും, വിവിധ പദവികളുണ്ടല്ലോ അത് വഹിക്കുന്നവരും, പിന്നെ കുറച്ചുപേര് മാറി അപ്പോയിന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്, അതും കൂടെ. നിയമനങ്ങൾ പഠിക്കുക, പദവികൾ പഠിക്കുക, കേരളത്തിന്റെയും ഇന്ത്യയുടെയും പഠിക്കുക, ജസ്റ്റ് റിവൈസ് ചെയ്യുക. പിന്നെ അവാർഡുകൾ ഒത്തിരി അവാർഡുകളുണ്ട്. സാഹിത്യ അവാർഡുണ്ട്, സാഹിത്യ അവാർഡ് നോക്കുക. സ്പോർട്സ് നോക്കുക. പിന്നെന്താണുള്ളത്, ഫിലിം അവാർഡ്സ് ഉണ്ട്. ഫിലിം അവാർഡ്സ് കഴിഞ്ഞ ദിവസം തന്നെ സാഹിത്യ അവാർഡ്സ് എനിക്ക് ഒരു 10-12 മിനിറ്റിന്റെ വീഡിയോ ഉള്ളു. അപ്പൊ കംപ്ലീറ്റ് സാഹിത്യ അവാർഡുകൾ അതിൽ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുക, അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പൊ എന്താണ്, സ്പോർട്സ് പദവികൾ നോക്കുക, സ്പോർട്സിന്റെ അവാർഡുകൾ ആർക്കൊക്കെയാണ് കിട്ടിയത് നോക്കുക. സാഹിത്യ അവാർഡുകൾ നോക്കുക. ഫിലിം അവാർഡ്, സാഹിത്യ അവാർഡിൽ കുറച്ച് എല്ലാം വരും കേട്ടോ, വയലാർ അവാർഡ്, അങ്ങനത്തെ ഉള്ള എല്ലാ അവാർഡുകളും. കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻ ആണ് സാഹിത്യ അവാർഡുകൾ ഇന്ന് മാത്രം ചോദിച്ചത്. സെയിം അതുപോലെ ചോദിക്കുമെന്നല്ല, എന്നാലും നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഉച്ചകോടികളാണ്. ഉച്ചകോടികളിൽ കഴിഞ്ഞ പ്രാവശ്യം ബ്രിക്സിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ബ്രിക്സ് മാത്രമായിട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. എല്ലാം ചെറിയ ചെറിയ വീഡിയോ ആണ്, ജസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും പറയുന്നു. ബ്രിക്സിന് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇപ്പോ G20 ഉണ്ട്, G7 ഉണ്ട്, ആസിയാൻ, അങ്ങനെ കുറെ ഉച്ചകോടികളുണ്ട്. അതിന്റെ വേദികളും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് എവിടെയാണ്, എത്രാമതാണ്, ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കി വെച്ചിരിക്കുക. അടുത്ത എന്താണ്, നൊബേൽ പ്രൈസ് ആർക്കൊക്കെ കിട്ടി, എന്തെങ്കിലും കോഡ് വെച്ചെങ്കിലും പഠിച്ചു വെച്ചേക്കാം. നൊബേൽ പ്രൈസുകൾ പഠിക്കുക. കഴിഞ്ഞ എക്സാമിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. പിന്നെ ISRO, ISROയുടെ മിഷൻസ്, കുറച്ച് കാര്യങ്ങളുണ്ട്. ചന്ദ്രയാൻ,
മംഗൾയാൻ, ഗഗൻയാൻ, ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കി വെച്ചാൽ അതിന്റെ റോവർ അങ്ങനത്തെ കുറെ പേരുകളുണ്ടല്ലോ. അത് LDCക്ക് ഒത്തിരി ചോദിച്ചിരുന്നു. അപ്പം മേ ബി ഇതിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചാൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെന്തായാലും കൃത്യമായി നോക്കിയിരിക്കുക. അടുത്ത് നോക്കാനുള്ളത് ബഡ്ജറ്റ് ആണ്. 2024 ബഡ്ജറ്റ് നോക്കിയിട്ടില്ലാത്തവർ അതൊന്ന് നോക്കാൻ നിൽക്കണ്ട. പഠിച്ചിട്ടുള്ളവർ മാത്രം അതൊന്ന് റിവൈസ് ചെയ്യുക. കാരണം അതിൽ ഒരുപാട് നമ്പേഴ്സും ഒരുപാട് പെർസെന്റേജസും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതൊന്നേന്ന് ഇരുന്ന് പഠിക്കാൻ നിൽക്കണ്ട. പഠിച്ചവർ മാത്രം അതൊന്ന് റിവൈസ് ചെയ്താൽ മതി. കൂടാതെ ഒളിമ്പിക്സില് ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളും ആൾക്കാരും അവർ ഏത് ഇനങ്ങളിലാണ് പങ്കെടുത്തത് അറ്റ്ലീസ്റ്റ് അത്രയും നോക്കി വെക്കുക. പിന്നെ ദിനങ്ങളും പ്രമേയങ്ങളും എല്ലാ ഡേയ്സും അതിന്റെ ഈ വർഷത്തെ 2024 പ്രമേയങ്ങൾ അല്ലെങ്കിൽ തീം എന്താണെന്ന് നോക്കുക. അതൊന്ന് ഓടിച്ചു നോക്കുക. അത് ഇപ്പൊ ഈ പറയുന്നതിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. ദിനങ്ങളും പ്രമേയങ്ങളും ഒന്ന് നോക്കി വെക്കുക. പിന്നെ മന്ത്രിസഭ, കേരള മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു മന്ത്രിയെ ചോദിച്ചിട്ട് ഏത് വകുപ്പാണെന്നും ഏത് വകുപ്പിന്റെ ഏത് മന്ത്രിയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഏതെങ്കിലും ഒരു മന്ത്രി. അപ്പൊ കേരളവും പഠിക്കുക, കേന്ദ്ര മന്ത്രിസഭയും പഠിക്കുക, കേരള മന്ത്രിസഭയും പഠിക്കുക. കേരള മന്ത്രിസഭ വളരെ നന്നായിട്ട് വകുപ്പുകളും മന്ത്രിമാരും കൃത്യമായി നോക്കുക. പിന്നെ വേദികളാണ്, സ്പോർട്സിന്റെ വേദികള്, എന്തെങ്കിലും കോൺഫറൻസ് അങ്ങനെയൊക്കെ വേദികൾ നടന്നിട്ടുണ്ടാവും. അതൊക്കെ ചോദിക്കും. അതൊക്കെ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടായിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അത് പിന്നെ പദ്ധതികളാണ്. പദ്ധതികൾ വരുമ്പോ സർക്കാർ പദ്ധതികളുണ്ട്. ആരോഗ്യക്ഷേമ സർക്കാർ പദ്ധതി പഠിക്കുക. ആരോഗ്യക്ഷേമ പദ്ധതികൾ ഒത്തിരി ഉണ്ട്. ഓരോ ദിവസവും തന്നെ ഒത്തിരി ആരോഗ്യക്ഷേമ പദ്ധതികൾ ഇറങ്ങുന്നുണ്ട്. ആരോഗ്യക്ഷേമ പദ്ധതികള് പിന്നെ സാമൂഹിക നീതി വകുപ്പിന്റെ മാനുഷികമായ ക്ഷേമ പദ്ധതികൾ ഉണ്ടല്ലോ, അത് സർക്കാർ പദ്ധതികളും ആരോഗ്യക്ഷേമ പദ്ധതികളാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പൊ അതുകൂടി ഒന്ന് നോക്കിയാൽ, എല്ലാം നോക്കൽ നടക്കത്തില്ല. എന്നാലും നിങ്ങൾ എന്തൊക്കെയാണോ നോക്കിയത് അതൊന്ന് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊന്ന് റിവൈസ് ചെയ്ത് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മുടെ GK പാർട്ട് അല്ലാണ്ട് വരുമ്പോ ഉത്തരപർവ്വത മേഖല, നദികളോ അതിന്റെ ഉത്ഭവസ്ഥാനങ്ങളോ മറ്റേ ആരവല്ലി പിന്നെ ഉത്തര മഹാസമതലം അതൊക്കെ ഒന്ന്, അതിന്റെ താഴ്വരകൾ അങ്ങനത്തെ കുറച്ച് പേരുകളൊക്കെ ഇല്ലേ, അതൊന്നും ഓർത്തു വെച്ചിരിക്കുക. പിന്നെ വന്യജീവി സങ്കേതങ്ങൾ നോക്കുക. വന്യജീവി സങ്കേതം ഏത് നാട്ടിലാണ് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ ജലവൈദ്യുത പദ്ധതികളുണ്ട്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ പഠിക്കുക. ഇന്ത്യയുടെ മൊത്തം പഠിക്കുക ഒന്നും നടക്കത്തില്ല. നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. പിന്നെ അണക്കെട്ടുകൾ എവിടെയാണ്, ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ജലവൈദ്യുത പദ്ധതികള്, വന്യജീവി സങ്കേതങ്ങള്, പിന്നെ കാർഷിക വിളകള് അത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. എന്താ ചോദിച്ചത്? ഖാരിഫ് വിള അങ്ങനെ എന്തോ വിളയാണ് ചോദിച്ചത്. അടുത്തത് നവോത്ഥാനമാണ്. നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കുക. അവരുണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ അത് നോക്കുക. പിന്നെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, അത് സിലബസിൽ തന്നെ ഒരു വാക്കാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന്. അതിന്റെ കുറച്ച് സമരങ്ങൾ പഠിക്കുക, കുറച്ച് കാര്യങ്ങൾ. പിന്നെ സമര പ്രക്ഷോഭങ്ങൾ ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രിലിംസിന് തെബാഗ സമരം അങ്ങനെ എന്തോ ആണ് ചോദിച്ചത്. അപ്പൊ സമര പ്രക്ഷോഭങ്ങൾ നോക്കുക. പിന്നെ INC നോക്കി വയ്ക്കുക. പല കലാപങ്ങൾ ഇപ്പൊ കേരളത്തിൽ തന്നെ പല കലാപങ്ങളും അതിന്റെ വർഷങ്ങളും കൂടി ഇയറും കൂടി നോക്കിയിട്ട് ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തത് പഞ്ചവത്സര പദ്ധതികളാണ്. 5 year പ്ലാൻ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. നീതി ആയോഗ് അതിന്റെ ഹെഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുക. പിന്നെ കെമിസ്ട്രി ഫിസിക്സിലേക്ക് വരുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, താപവും ഊഷ്മാവും, പിന്നെ അയിരുകളും ധാതുക്കളും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അയിരുകളും ധാതുക്കളും പിന്നെ താപവും ഊഷ്മാവും അത് കുറച്ച് നന്നായിട്ട് പഠിക്കുക. ആർട്ടിക്കിൾ 1 to 50. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കണം. ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. 1 to 50 വരെ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പോവുക. പിന്നെ മൗലികാവകാശങ്ങൾ, ഓരോ അവകാശങ്ങൾ ഏതൊക്കെ ആർട്ടിക്കിളാണ് അങ്ങനെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ റാങ്ക് ഫയലോ എങ്ങനെയാണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മാത്സിന്റെ കാര്യം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ് ഉള്ളത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയുന്ന കാര്യങ്ങള് നമുക്കിപ്പോ ക്വസ്റ്റ്യൻ അറിയില്ല. ഈ ഇപ്പം ലാഭവും നഷ്ടവുമാണ് അല്ലെങ്കിൽ ട്രെയിൻ എന്താണെങ്കിലും നമുക്കത് അറിയില്ല. ചെറിയൊരു അറിവ് വെച്ചിട്ട് നമ്മൾ അത് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിക്കാനോ അങ്ങനെ നിൽക്കണ്ട. നന്നായിട്ട് അറിയുന്ന ഫോർമുലാസ് ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഫോർമുലാസ് എല്ലാത്തിന്റെയും ഫോർമുലാസുകൾ ഉണ്ടാവും, ഇക്വേഷൻസ്. അതൊന്ന് നോക്കിയതിനു ശേഷം അത് നമുക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്യാൻ നിൽക്കുക. പറ്റില്ല എങ്കിൽ അത് ചെയ്ത് അതിന്റെ സമയം കളയാതിരിക്കുക.
കൂടുതലും മെന്റൽ എബിലിറ്റി കുറച്ചുകൂടി എളുപ്പമാവാനാണ് സാധ്യത. അപ്പം കോഡിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. സിംപ്ലിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾ അധികം പ്രതീക്ഷിക്കണം, ചിലപ്പോൾ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും കാണില്ല. അപ്പൊ മാത്സിൽ അറിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തതിന് ശേഷം GK പോയി ബാക്കിയെല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. എത്രത്തോളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്കത് എല്ലാം അത് വായിച്ചിട്ട് പിന്നെ മാത്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അറിയുന്ന മാത്സ് വേഗം ചെയ്യുക, എന്നിട്ട് GK വരെ. ടൈം നമുക്ക് വാച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട്, പക്ഷെ ടീച്ചർ പറയുമല്ലോ, അവിടെ നിൽക്കുന്ന ആൾ പറയും എത്ര മിനിറ്റ്, അത് വെച്ചിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് പെട്ടെന്നൊന്ന് എഴുതി തീർക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും സമയം കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ ചലഞ്ചർ ആപ്പില് ഇപ്പൊ കോഴ്സുകൾ റണ്ണിങ് ആണ്. പുതിയ നോട്ടിഫിക്കേഷൻസിന്റെ എല്ലാ കോഴ്സുകളും റണ്ണിങ് ആണ്. സിവിൽ പോലീസ് ഓഫീസർ, മിഷൻ കാക്കി, സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കോഴ്സ് റണ്ണിങ് ആണ്. സെക്രട്ടറി അസിസ്റ്റന്റ് മലയാളം ബാച്ചും ഉണ്ട്, ഇംഗ്ലീഷ് ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ എടുക്കേണ്ടത് അങ്ങനെ എടുക്കാം. മിഷൻ കാക്കി എന്ന് പറയുന്നതിൽ എല്ലാ കോഴ്സിന്റെ ക്ലാസ്സുകളും വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം. സിവിൽ പോലീസ് എല്ലാ കോഴ്സിന്റെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുന്ന ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ കൂടാതെ ടോപ്പിക് എക്സാം ഉണ്ടാവും, ഡെയിലി എക്സാം, കറണ്ട് അഫയേഴ്സ്, ഒരുപാട് ക്യൂസ്, എപ്പോഴും ക്യൂസ്. അപ്പൊ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വെറുതെ ക്യൂസ് ചെയ്ത് നോക്കാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ വേഗം പഠിച്ചു തുടങ്ങുക. അപ്പൊ നാളെ എക്സാം ഉള്ളവർ നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് വേഗം പ്രിപ്പയർ ചെയ്യുക. അപ്പം നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.